ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നു താറാവ് റോസ്റ്റ്. നമുക്കൊന്ന് താറാവ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്നാൽ പാചകത്തിലേക്ക് കടന്നാലോ? താറാവ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കിലോ ഉള്ള ഒരു താറാവ് ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ 1 കിലോ ഉള്ളൊരു താറാവ് നല്ല ഉപ്പും വിനാഗിരി ഒഴിച്ച് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. താറാവിന് ഒരു ചെറിയ ഉളുമ്പുചോവയുണ്ട്, അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പും വിനാഗിരി ഒഴിച്ച് കഴുകി വെക്കുന്നത്. പിന്നെ 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി 100 ഗ്രാം, തക്കാളി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 6 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അരമുറി തേങ്ങ നമ്മൾ കൊത്തിയെടുത്തിട്ടുണ്ട്. മസാലയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പ്, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനമാണ് നമുക്ക് മസാലയായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് താറാവ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. താറാവ് നമ്മൾ തൊലി കളയുകയില്ല, താറാവിൻ്റെ തൊലി കളഞ്ഞാൽ ടേസ്റ്റ് കാണുകയില്ല, അതുകൊണ്ട് താറാവിൻ്റെ തൊലി കളയുകയില്ല. ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. നമ്മൾ നാരങ്ങയുടെ കാര്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു നാരങ്ങയുടെ പിഴിഞ്ഞ് ഒഴിക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 300 മില്ലി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായിട്ടൊന്നുകൂടെ മിക്സ് ആക്കാം. ശകലം കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. താറാവ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ താറാവ് വേകാൻ. നാടൻ താറാവാണ്, അതുകൊണ്ടാണ് 3 വിസിൽ. താറാവ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനുള്ള മസാല ഇനി റെഡിയാക്കി എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 100 ഗ്രാം വെളുത്തുള്ളിയാണ്. നടുവേ പൊളന്ന് വെച്ചിരിക്കുന്ന 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്ത്, ഒരു 3 പച്ചമുളക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നു. 4 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. തേങ്ങക്കൊത്തൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. സവോള നല്ല വാടി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നു. 1 തക്കാളി നമ്മൾ ഇട്ടിരിക്കുന്നത്. മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇടുന്നു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് 2 ടീസ്പൂൺ, കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ഇടാം. ഗരം മസാല ഇടുന്നു 1/2 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സാക്കാം. മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് താറാവ് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ആ ഗ്രേവിയോട് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അന്നേരത്തേനും നല്ല ഇപ്പം ഇച്ചിരി ഗ്രേവി ഉണ്ട്, അത് നന്നായിട്ടൊന്ന് തീയിൽ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേനും അടിപൊളി താറാവ് റോസ്റ്റ് അടിക്കാം. താറാവ് റോസ്റ്റ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഗ്രേവി അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. താറാവ് റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം ടെസ്റ്റർ സാന്ദ്ര വന്നിട്ടുണ്ട്. സാന്ദ്രയോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് താറാവ് റോസ്റ്റ് എന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ്വിൽ പാചകം.